ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ ഭാരതപ്പുഴയിലെ ചമ്രോട്ടം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യണമെന്ന് ട്രയാങ്കിൾ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കരിങ്കൽ കോറികളെയും ഇടനിലക്കാരെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് മണൽ മാറ്റാൻ സർക്കാർ തയ്യാറാകാത്തതെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. രോഗികളെ ചികിത്സിച്ച ശേഷം അമിത തുക ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ സർക്കാർ നിലക്കു നിർത്തണം. ICUവിൽ കിടക്കുന്ന രോഗികളുടെ വിവരം കുട്ടിയിരിപ്പുകാർക്ക് അപ്പോൾ അറിയാൻ ആശുപത്രികൾ സംവിധാനം ഒരുക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ KK നാസർ ഉദ്ഘാടനം ചെയ്തു. സെമിനാർ സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി P ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി ജില്ലാ കോർഡിനേറ്റർ KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ട്രയാങ്കിൾ സംസ്ഥാന ചെയർമാൻ NA മുഹമ്മദ് കുട്ടി, സാഹിത്യകാരൻ KV അനിൽകുമാർ, ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ്, CK ഗഫൂർ, PMK ബാവ, റഷീദ് വട്ടപ്പറമ്പിൽ, റിഫ ഷെലീസ്, PPA ബാവ, P സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ എറണാകുളം കേന്ദ്രമാക്കി കഴിഞ്ഞ 3 വർഷക്കാലമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക സാന്ത്വന രംഗങ്ങളിലെ നിറസാന്നിധ്യമായി ജില്ലകൾ പ്രവർത്തനം ആരംഭിക്കും. ഇതിൽ രാഷ്ട്രീയമോ വർണ്ണ വിവേചനമോ ഇല്ലാതെ തന്നെ ഏവർക്കും ഒത്തുകൂടാവുന്ന ഒരു പ്രസ്ഥാനമാണ് ട്രയാങ്കിൾ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചെയർമാൻ കൂടുതൽ വ്യക്തമാക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പ്രാദേശികമായ ഒട്ടനവധി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടന എറണാകുളം ജില്ലാ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 3-ാം വാർഷിക സമ്മേളനത്തിൽ എറണാകുളം ജില്ല മാത്രം പോരാ, മറ്റ് ജില്ലകളിൽ കൂടി ഈ സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്നുള്ള കമ്മിറ്റിയുടെ അഭിപ്രായം മാനിച്ചാണ് എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലേക്ക് നാം പയ്യെ കാലുവെച്ച് തുടങ്ങി. അപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രസ് ക്ലബിൽ, മലപ്പുറം പ്രസ് ക്ലബിൽ വളരെ വിശാലമായ 55 പേര് പങ്കെടുത്തു. പ്രഗത്ഭ പത്രപ്രവർത്തകനും മാതൃഭൂമിയുടെ മലപ്പുറം ജില്ലാ ബ്യൂറോയിലും പ്രവർത്തിക്കുകയും ചെയ്ത സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സീനിയർ ജേർണലിസ്റ്റ് ഫോറം അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സഹകരിച്ചു പോകുന്ന ഒരു നഗരസഭയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് മുനിസിപ്പാലിറ്റി എന്നുള്ളത്. ഹാപ്പി മുനിസിപ്പാലിറ്റി, ഹാപ്പിനെസ് സെൻറ്റർ എന്നാണ് മുനിസിപ്പാലിറ്റിൻ്റെ പേര്. മുനിസിപ്പാലിറ്റിൻ്റെ പേരിന് മുന്നിൽ തന്നെ ഞങ്ങൾ കോട്ടയം മുനിസിപ്പാലിറ്റി നല്ലയില്ലേ, കോട്ടയം ഹാപ്പിനെസ് സെൻറ്റർ എന്നാണ്. അപ്പോൾ ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഓഫീസൊക്കെ ഒരു ഹൈടെക് ഓഫീസാക്കി മാറ്റി. ഒരു ഞങ്ങളുടെ ഓഫീസ് പോയ അതേ ലുക്കിൽ ഉണ്ടാവും ഇപ്പോൾ ഓഫീസ്. കാരണം ഹൈടെക് ഓഫീസാക്കി എല്ലാവരും സ്റ്റാൻഡിംഗ് ചെയർമാൻ റൂമും ചെയർമാൻ റൂമൊക്കെ എന്ന സംഘടന അവർ ഇനി പല വിഷയങ്ങളും ദേശീയ, സംസ്ഥാന, പ്രാദേശിക വിഷയങ്ങൾക്ക്, ജനോപകാരം മറ്റുള്ള വിഷയങ്ങൾക്ക് അവർ നിരന്തരം ഇടപെടാൻ വേണ്ടി, ഇടപെടലുകൾക്ക് വേണ്ടിയും അവർ പ്രവർത്തിക്കാൻ ശക്തരാണ്. ഇതുപോലുള്ള നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടത്. ഇന്ത്യ 47-ൽ സ്വതന്ത്രമായെങ്കിലും തമ്മിൽ നോട്ട്, ഏതെങ്കിലും ഡോക്യുമെന്റ് പ്രോമിസ് നോട്ട് എഴുതി കഴിഞ്ഞാൽ അതിലെ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടാണ് അതൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ ലീഗൽ ബൈൻഡിങ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ലീഗൽ ബൈൻഡിങ് ഈ പ്രകടനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അല്ലാത്ത കാര്യം പറഞ്ഞാൽ അവർ അംഗീകാരം എടുത്ത് കളയണമെന്നുള്ളത് മാത്രമല്ല, അതിന് കമ്മിറ്റി ഉണ്ടാക്കുന്ന കമ്മീഷൻ. നമുക്കറിയാം, എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ ഓരോ സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക അവസ്ഥയെ കുറിച്ചൊരു ഡോക്യുമെന്റ് കൊടുക്കുന്നുണ്ട്. കൊടുത്ത കാര്യങ്ങൾ തന്നെ നടത്തിയില്ലെങ്കിൽ അതിനെന്ത് ചെയ്യും? നമുക്ക് ഓരോ പൗരനും ട്രയാങ്കിൾ ഒന്നുമില്ല, ഓരോ പൗരനും ആ പ്രോമിസറി നോട്ടിന്റെ ഭാഗമായ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള അധികാരം കിട്ടണമെങ്കിൽ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റും. ജനം വോട്ട് ചെയ്യാനോ നികുതി
സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ആരും ഇല്ലാതെ പുതിയ തലമുറയുടെ ജൻസി CJP എന്ന ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രാജ്യം അത് എങ്ങനെ വിലയിരുത്തിയെന്ന് നമ്മൾ കണ്ടറിയുക. മാമനോട് ചോദിച്ചതാണ് എത്രയാണ് വയസ്സെന്ന് പത്രക്കാർ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 16 എന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാർ തിരിച്ചു ചോദിച്ചു, ഒരു 5 കൊല്ലം മുമ്പ് നിന്നോട് ഞങ്ങൾ വയസ്സ് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തറവാട്ടിൽ പറഞ്ഞവളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു തവണ കാര്യം പറഞ്ഞാൽ പിന്നെ മാറ്റി പറയുന്ന ഇല്ല എന്നാണ്. ഒറ്റ MLA ഇത്രയും കാര്യങ്ങൾ അത് നോക്കണം. വെള്ളവും വെളിച്ചവും മറ്റുള്ളതല്ല, അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളവും വെളിച്ചവും ചൂടും ഒരു പ്രദേശത്ത് കൊടുക്കാൻ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് നിന്ന് നാട്ടിലെ ചുമരുകൾ വൃത്തികേടാക്കി ഒരു പരാക്രമവും കാണിക്കാതെ തന്നെ നന്മകൾ ചെയ്യാൻ കഴിയും എന്നതിന് മറ്റേ മാംസമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നത് ഉദാഹരണമായി തീർന്നു എന്നുള്ളത് ഒരു നിസ്സാര സംഭവമാണ്. അതല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ മണലെടുക്കാത്ത ഒരു മണൽ വിഷയം ഇവിടെ പറഞ്ഞു. ഒരുപാട് ഞങ്ങൾ വെള്ളപ്പൊക്ക നിരന്തര ഭീഷണി ഉള്ള നേരിടുന്ന ഒരു പ്രദേശമാണ് പുറത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളം സ്റ്റോർ ചെയ്യേണ്ട ഈ ഭാരതപ്പുഴയിൽ മണലിൽ നൽകിയാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ടർഫ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, മൂസ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. ജനങ്ങളുടെ അവകാശം എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു ബോധമുണ്ടാവാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വ്യക്തമായപ്പോഴാണ് ആ കാര്യങ്ങൾ നടക്കുക. ഈ 3000 കിട്ടുന്നത് അത് 10,000 രൂപ എങ്കിലും കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരുപാട് നല്ല നല്ല സാമൂഹിക മേഖലകളിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രകൃതി സമ്പത്തും വനസമ്പത്തും എല്ലാം ഈ രാജ്യത്തുണ്ട്. നമുക്കൊക്കെ മുമ്പ് പരിചയമുണ്ടായിരുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് അത് ഔദ്യോഗികമായി കടന്നു വന്ന ട്രയാങ്കിൾ എന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള KP അബ്ദുള്ള അവർക്ക് എന്തായാലും നന്ദി രേഖപ്പെടുത്തുന്നു. മീഡിയ ന്യൂസ്, തിരൂർ.